ഭർത്താവിനോട് ചെയ്യുന്ന തിന്മകൾ ഉണ്ടാകും, ഭർത്താവിനോട് ചെയ്യുന്ന ചില സ്വഭാവക്കേടുണ്ടാകും. സ്നേഹത്തിന്റെ പേരിലായിരിക്കും. സ്നേഹത്തിന്റെ പേരിൽ ഇണക്കവും പിണക്കമൊക്കെ സാധാരണയാണ്. ഭാര്യ ആവുമ്പോ ഒന്ന് ഇണങ്ങണോ, ഒന്ന് പിണങ്ങണോ. അവരുടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിണങ്ങി എന്നൊക്കെ ചരിത്രത്തിലില്ലേ. പിണങ്ങിയിട്ട് ആ അതവുകേടായ സംസാരം സംസാരിക്കരുത്, അതവുകേടുള്ള രൂപത്തിൽ സംസാരിക്കരുത്, അതവില്ലാത്ത രൂപത്തിൽ പറയരുത്, ത്വലാഖ് തന്നാളി എന്നൊന്നും പറയരുത്. അതൊക്കെ ഭയങ്കര മോശം. അതുകൊണ്ട് ചില ആളുകള് എന്ത് പറഞ്ഞാലും ത്വലാഖ് 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 അങ്ങോട്ടും പറയും. ഭാര്യനോട് നീ വലിയ വീമ്പളക്കൊന്നും വേണ്ട, തീരെ നിർവാഹമില്ല, വീട്ടിൽ കൊണ്ടാക്കുമോ. അങ്ങനെ ഭാര്യനെ ഭീഷണിപ്പെടുത്തിയിട്ട് ബന്ധത്തിന് വില കൽപ്പിക്കാത്തവരായി പോകരുത്. ആര് വിചാരിച്ചത് അവര് അങ്ങോട്ട് പറയുന്ന കേട്ടോളൂ, റേഡിയോ ആയിട്ട് വീട്ടിൽ ജീവിച്ചോളണം. അങ്ങനെയൊന്നും ഇസ്ലാമില് മൊയ്ലിയാരെ അന്ത ഇസ്ലാമിലെ ഭർത്താവിന്റെ തൃപ്തി കിട്ടി മരിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാണ്. ശരിയാണ്, ഞാൻ പോർപ്പിച്ച് മരിച്ചാൽ എന്തായാലും സ്വർഗം കിട്ടും, അതിൽ സംശയമില്ല. അതേ സ്ഥാനത്ത് അതിന്റെ പേരിൽ അക്രമം ചെയ്യണമെന്ന് ഏത് ഹദീസിലുള്ളത്? ഏത് ഹദീസിലുള്ളത്? ഭാര്യക്ക് വേണമെങ്കിൽ വേലക്കാരിയെ നിർത്തിക്കൊടുക്കണമെന്ന ഇസ്ലാം. ഏത് തേച്ചത് നന്നാകാത്തതിന്റെ പേരിൽ ഭാര്യനോട് ദേഷ്യം പിടിച്ചിട്ട് ത്വലാഖിയല്ലോ എന്ന് പറയുന്ന ഭർത്താവ്, കറിയിൽ ഉപ്പില്ലാത്തതിന്റെ പേരിൽ എപ്പോഴാടി നീ ഉണ്ടാക്കിയ കറിയിൽ ഉപ്പുണ്ടാകലെന്ന് ചോദിച്ച് ഭർത്താവിനെ ഭാര്യയെ നിരുത്സാഹപ്പെടുത്തുന്ന ഭർത്താവായ ആ ജീവിതത്തിൽ എപ്പോഴാ സമാധാനം ഉണ്ടാകല്? ആ കുടുംബ ജീവിതത്തിൽ എപ്പോഴാ സമാധാനം ഉണ്ടാകല്? ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവൻ, ഖൈറുക്കും ലി അഹ്ലിഹി, അവന്റെ കുടുംബത്തിന് ഖൈറായവനാണ് എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.